ഹായ് മച്ചാനെ, നമസ്കാരം. ഞാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് മച്ചാനെ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്, അപ്പോൾ മച്ചാനെ ഇപ്പോൾ കൂടുതലും വെയിൽ കടുത്ത് വരുന്ന സമയമാണ്. നമുക്ക് ധാരാളം കരിയില കിട്ടുന്ന സമയമാണ്. നമ്മളെ ഓരോ മരത്തിൻ്റെ ചുവട്ടിലും ധാരാളം കരിയില വീണ് ആവശ്യം പോലെ വേസ്റ്റായി പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേസ്റ്റായി പോണ ഈ കരിയില നമുക്ക് എങ്ങനെയാണ് കൃഷിയിൽ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് കാണാം. പൊതുവേ നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്, ജൈവവളങ്ങൾ കടയിൽ പോയി വൻ തീ വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വരും. നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന ഈ മാണിക്യത്തിന്, കരിയില എന്ന് പറയുന്ന ഈ നല്ലൊരു ജൈവവളത്തിന് ആരും പ്രാധാന്യം കൊടുക്കാറില്ല. ഇത് നമ്മുടെ പുരയിടങ്ങളിൽ വീണ് നശിച്ചു പോവുകയാണ് പതിവ്. എന്നാൽ ഇങ്ങനെ നശിച്ചു പോകുന്ന ഈ കരിയില നമുക്ക് നല്ലൊരു ജൈവവളമാക്കി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നത് നോക്കാം. അതായത് ചെടികളുടെ കിച്ചൺ എന്നറിയപ്പെടുന്നത് അതിൻ്റെ ഇലകളാണ്. ഈ ഇലകളിലാണല്ലോ ഏറ്റവും കൂടുതൽ ക്ലോറോഫില്ലും അതുപോലെ സൂര്യപ്രകാശവും ഒക്കെ ചേർത്തിട്ടാണ് ചെടികൾ ആഹാരം പാചകം ചെയ്യുന്നത്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയ ഇലകളിലല്ലേ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിച്ചസ്റ്റ് സ്റ്റോഴ്സ് ഓഫ് കാർബൺ എന്ന നിലയ്ക്ക് നമുക്ക് കരിയില ഉപയോഗിക്കാം. ഈ കാർബണിൻ്റെ ഒരു ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ ഉണങ്ങി പൊടിഞ്ഞ കരിയിലകളാണ്. അതായത് ഇലകൾ ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൽ ധാരാളമായിട്ട് കാർബണിൻ്റെ അംശം കാണും. ഈ കാർബൺ എന്ന് പറയുന്ന സാധനം നമ്മുടെ മണ്ണിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട സാധനമാണ്. നമ്മൾ ഈ കാർബൺ മണ്ണിലേക്ക് കൊണ്ടുവരുമ്പോൾ മണ്ണിലുള്ള ഓർഗാനിക് മാറ്ററിൻ്റെ അളവ് കൂടും. ഈ കരിയില നമ്മൾ ഒരു ചാക്കിലോ മറ്റോ വാരി വെച്ച് കെട്ടി വെച്ചിരുന്ന ഇതുപോലെ തനിയെ അത് പൊടിഞ്ഞു വരും. ഇത് ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്ത് നമ്മൾ ചെടിക്ക് കൊടുക്കുകയാണെങ്കിൽ ചെടിക്ക് കാർബൺ ധാരാളമായിട്ട് വലിച്ചെടുക്കാൻ സാധിക്കുകയും മണ്ണിലേക്ക് നല്ലതുപോലെ കാർബണിൻ്റെ സപ്ലൈ കൂടുകയും, കാർബൺ സപ്ലൈ കൂടുമ്പോൾ മണ്ണിൻ്റെ ജീവാംശത്തിൻ്റെ അളവ് വളരെയധികം വർദ്ധിക്കുകയും മണ്ണ് സൂക്ഷ്മാണുക്കളുടെ വളർച്ച ധാരാളമായിട്ടുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ പൊടിഞ്ഞ കമ്പോസ്റ്റ് മണ്ണിലേക്ക് കൊടുക്കുമ്പോൾ മണ്ണിൻ്റെ ജീവാംശം കൂടുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ പൊതുവേ നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണയായി കണ്ടുവരുന്നതാണ് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന പ്രക്രിയ. അപ്പോൾ മണ്ണിര കമ്പോസ്റ്റ് ആയാലും ശരി, സാധാ കമ്പോസ്റ്റ് ഉണ്ടാക്കിയാലും അതിലെ പ്രധാനമായി നമ്മൾ ചേർക്കേണ്ടത് ഈ കരിയില തന്നെയാണ്. ഇതിനെ ശരിക്കു പറഞ്ഞാൽ ബ്രൗൺ കമ്പോസ്റ്റിംഗ് മെറ്റീരിയൽ എന്ന് തന്നെ പറയാം. ഇപ്പോൾ കാർബൺ തുല്യത കൃഷി എന്ന രീതിയിൽ അന്തരീക്ഷ വായുവിൽ കാർബണിനെ മണ്ണിലേക്ക് കൊണ്ടുവരുന്ന രീതികൾ നോക്കുമ്പോൾ തീർച്ചയായും ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് നമ്മുടെ കരിയിലയ്ക്ക് തന്നെയാണ്. എന്നാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതി, ഒത്തിരി തണലുള്ള ഭാഗം നോക്കി തിരഞ്ഞെടുത്ത ശേഷം അവിടെ 1.5 അടി നീളത്തിലും 1.5 അടി വീതിയിലും 1.5 അടി താഴ്ചയിലും ഒരു ചെറിയ കുഴിയെടുക്കുക. അതായത് വലിയ മരത്തിൻ്റെയൊക്കെ ചുവട് ഭാഗത്തെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ തണൽ കിട്ടുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ തിരഞ്ഞെടുത്തിട്ട് ഈ രീതിയിൽ ഒരു കുഴിയെടുക്കുക. അതിനുശേഷം ഈ കുഴിയിലേക്ക് ഒരു പോളിത്തീൻ കവർ, അതായത് പ്ലാസ്റ്റിക് ടാർപ്പയോ എന്തെങ്കിലും ഈ കുഴിയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. അതായത് നമ്മുടെ കരിയില കമ്പോസ്റ്റ് ഉണ്ടാവുമ്പോൾ ഒരു കാരണവശാലും മണ്ണുമായിട്ട് സമ്പർക്കം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വന്നാൽ വലിയ വൃക്ഷങ്ങളുടെ വേരുകൾ വന്ന് നമ്മുടെ കാർബണിൻ്റെ അംശം മൊത്തം വലിച്ചെടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ കവർ കൊണ്ട് പൊതിഞ്ഞ നമ്മുടെ 1.5 അടി നീളവും 1.5 അടി വീതിയും 1.5 അടി താഴ്ചയുമുള്ള കുഴിയിലേക്ക് നമ്മുടെ വീട്ടിലെ മുറ്റമടിക്കുന്ന കരിയിലയും അതുപോലെ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കിടക്കുന്ന കരിയിലയും ഇട്ട് കൊടുക്കുക. ഇനി ഇത് കമ്പോസ്റ്റായി മാറാൻ വേണ്ടിയിട്ട് നമ്മൾ സൊല്യൂഷൻ ഒന്നും പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പകരം നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ കാണുന്നതാണ് കഞ്ഞിവെള്ളം. അതായത് അരി വേവിച്ച ശേഷം വാർത്ത് കളയുന്ന കഞ്ഞിവെള്ളം. ഇത് മാത്രം മതി. ഈ കഞ്ഞിവെള്ളത്തെ ഒരു 2-3 ദിവസം കുറഞ്ഞത് നമ്മൾ വെച്ചിരുന്ന് നല്ലതുപോലെ പുളിച്ചതിന് ശേഷം അതിൽ ഇരട്ടിക്കിരട്ടി വെള്ളമൊഴിച്ച്, അതായത് 1 ലിറ്റർ ആണെങ്കിൽ അതിനെ ഒരു 3 ലിറ്റർ വെള്ളവുമായിട്ട് ലയിപ്പിക്കുക. ഇതിനെ നമുക്ക് നമ്മുടെ കരിയിലയുടെ മുകളിലേക്ക് കുടഞ്ഞു കൊടുക്കാം, നല്ലതുപോലെ നനച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളത്തിനകത്ത് നമുക്ക് ഉപകാരപ്രദമായ ധാരാളം ബാക്ടീരിയകൾ ഉണ്ടാവും. അതുപോലെ തന്നെ 1 ലിറ്റർ മോരെടുത്ത ശേഷം, അല്ലെങ്കിൽ തൈര്, പുളിച്ച തൈര്, ഇതിലേക്ക് നമുക്കൊരു 5 ലിറ്റർ വെള്ളം മിക്സ് ചെയ്ത് നമുക്ക് ഈ കരിയിലയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താലും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കരിയില കമ്പോസ്റ്റായി മാറുന്നതാണ്. കാരണം അതായത് നമ്മുടെ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ധാരാളമായിട്ട് നമ്മളെ കരിയിലയിൽ ഉണ്ടാവുകയും ഇത് പെട്ടെന്ന് കരിയിലയെ പൊടിക്കുകയും ചെയ്യും. ഇങ്ങനെ പൊടിഞ്ഞു കിട്ടുന്ന നമ്മുടെ കരിയില കമ്പോസ്റ്റ് നമുക്ക്
ചെടിച്ചട്ടി നിറയ്ക്കുമ്പോഴും അതുപോലെ തന്നെ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോഴും നമ്മുടെ പോട്ടി മിക്സിനോടൊപ്പം ചേർത്ത് ചെടി നട്ടാൽ ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്നു വരും. ഉദാഹരണത്തിന് നമുക്കൊരു ചെടിച്ചട്ടിയിൽ വെണ്ട കൃഷി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതൊരു കുഞ്ഞു ചെടിച്ചട്ടിയാണ്, ഞാൻ ചെടികളൊക്കെ നടുന്ന ഒരു ചെടിച്ചട്ടി. ഇതിൽ ആദ്യമേ തന്നെ നമുക്ക് നല്ലതുപോലെ ഉണങ്ങിയ കരിയില ഏറ്റവും അടിഭാഗത്ത് ഇട്ട് കൊടുക്കാം. ഉണങ്ങിയ കരിയിലയുടെ മുകളിലേക്ക് വീണ്ടും നമുക്ക് കുറച്ച് പൊടിഞ്ഞു തുടങ്ങിയ കരിയില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് നമ്മുടെ കയ്യിലുള്ള നമ്മളെ പൊടിഞ്ഞ മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈ മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മണ്ണിര കമ്പോസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായും മണ്ണിരകളുണ്ടാവും. ഈ മണ്ണിരകൾ നമ്മുടെ ചെടിച്ചട്ടിയുടെ അടിത്തട്ടിലിട്ടിരിക്കുന്ന കരിയിലയെ കമ്പോസ്റ്റ് ആക്കും. അതായത് നമ്മൾ ദിവസവും വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ ഈ മണ്ണിരകൾ ഏറ്റവും അടിത്തട്ടിലേക്ക് പോവുകയും അടിത്തട്ടിലുള്ള ഉണങ്ങിയ കരിയിലയെ അത് കമ്പോസ്റ്റ് ആക്കുകയും ചെയ്യും. ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാതെ തന്നെ നമ്മളെ ചെടിച്ചട്ടിയിൽ ഈ രീതിയിൽ നിറച്ചാൽ, അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ ഇങ്ങനെ നിറച്ചാൽ നമുക്ക് നല്ലൊരു മണ്ണിര കമ്പോസ്റ്റ് ആവുകയും ചെയ്യും. നമ്മുടെ ചെടി നല്ല പുഷ്ടിയോടെ വളർന്നു വരികയും ചെയ്യും. അപ്പോൾ വലിയ കഷ്ടപ്പാടൊന്നുമില്ലാതെ നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കി ചെടി നടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ മച്ചാന്മാർക്ക്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ ഗ്രോ ബാഗിൽ നിറയ്ക്കുമ്പോൾ കരിയിലയിട്ട് അതിന് മുകളിലേക്ക് പൊടിഞ്ഞ കരിയിലയിട്ട് മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് വീണ്ടും പോട്ടി മിക്സ് നിറയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിൻ്റെ പോട്ടി മിക്സിൻ്റെ ടെമ്പറേച്ചർ നിയന്ത്രിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഇലകളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇതൊക്കെ പൊടിയുമ്പോൾ ധാരാളമായിട്ട് ന്യൂട്രിയൻസ് ചെടികൾക്ക് കിട്ടുകയും ചെയ്യും. കാരണം നമ്മൾ പലതരത്തിലുള്ള ഇലകളല്ലേ ഇടുന്നത്, അതായത് പ്ലാവിൻ്റെ ഇല, മാവിൻ്റെ ഇല, തേക്കിൻ്റെ ഇല, പല പല ഇലകളല്ലേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ വൃക്ഷങ്ങളുടെ വേരുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡെപ്തിലേക്ക് പോവുകയും അവിടെ നിന്ന് സൂക്ഷ്മാണു വളങ്ങളെ സ്വീകരിക്കുകയും വളരുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ന്യൂട്രിയൻസ് ഈ ഒരു കരിയിലകളിൽ കാണും. എന്നാൽ പയർ, വഴുതന എന്നിവയുടെ ഇലയാണ് നമ്മൾ ഇതുപോലെ കമ്പോസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എങ്കിൽ അതിൻ്റെ വേരുകളുടെ താഴ്ച എന്ന് പറഞ്ഞാൽ ഒരു 30 സെൻറ്റിമീറ്റർ താഴ്ചയിലായിരിക്കും. അപ്പോൾ ആ ഒരു ചുറ്റുവട്ടത്തുള്ള ന്യൂട്രിയൻസ് മാത്രമേ ചെടികൾ വലിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പലതരം ഇലകൾ നമ്മൾ ഗ്രോ ബാഗിലും ചാക്കുകളിലും അതുപോലെ തന്നെ ചെടിച്ചട്ടിയിലും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പലതരം സൂക്ഷ്മമൂലകങ്ങൾ ചെടികൾക്ക് കിട്ടും. അതുപോലെ തന്നെ സാധാരണയായിട്ട് കാണുന്നതാണ് നമ്മളെ ഗ്രോ ബാഗിലായാലും സിമൻറ്റ് ചാക്കിലായാലും കൃഷി ചെയ്യുന്നതിൽ യാതൊരു കാരണവശാലും ആരും പുതയിട്ട് കൊടുക്കുന്നതായിട്ട് കാണാറില്ല. എന്നാൽ ഇങ്ങനെ നമ്മൾ മുകൾ ഭാഗത്ത് പുതയിട്ട് കൊടുക്കുന്നതിലൂടെ മണ്ണിലുള്ള മൈക്രോ ഓർഗാനിസം, അതായത് സൂക്ഷ്മാണുക്കളുടെ വളർച്ച ഊർജ്ജസ്വലമായി നടക്കുകയും ഈ മണ്ണിന് ടെമ്പറേച്ചർ കൂടാതിരിക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം സൂക്ഷ്മാണുക്കൾ മണ്ണിൽ വളരുകയും ചെയ്യും. ഇതിലൂടെ ചെടികൾക്ക് നല്ല വളർച്ച ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പുരയിടങ്ങളിൽ കൃഷി ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കരിയില നമ്മൾ പുതയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയൊരു ഉപകാരമെന്ന് പറഞ്ഞാൽ ചുവട് ഭാഗത്തു നിന്നും ധാരാളം കളകൾ പിടിച്ച് പൊന്തില്ല. കളകളുടെ വളർച്ചയെ കുറയ്ക്കുവാനും നമ്മൾ കൊടുക്കുന്ന എല്ലാ ജൈവാണുക്കളും ചെടികൾക്ക് തന്നെ സ്വീകരിക്കുവാനും സാധിക്കും. ഇത് നമ്മൾ ഏത് പച്ചക്കറി നട്ടാലും അതിൻ്റെ ചുവട് ഭാഗത്ത് ആദ്യം പൊടിച്ചു വരുന്ന കളകളാണ്. എന്നാൽ നമ്മൾ ഇതുപോലെ കരിയില നമ്മൾ പുതയിട്ട് കൊടുത്താൽ സാധാരണഗതിയിൽ ഒരു കളയും പൊടിച്ചു വരുന്നതായി കാണാറില്ല. അപ്പോൾ നമ്മൾ വ്യാവസായികമായിട്ടൊക്കെ, അതായത് ഉപജീവനമാർഗം എന്ന രീതിയിലൊക്കെ ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് ഇതുപോലെ നമ്മൾ പുതയിട്ട് കൊടുക്കുന്നതിലൂടെ നമ്മളുടെ ജോലി കുറഞ്ഞും കിട്ടും. അതായത് കള പറിക്കുന്ന ജോലി, അങ്ങനെ പൈസ ചിലവ് നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ വേനൽക്കാലത്തുള്ള കടുത്ത ചൂടിൽ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം 3/4 ഭാഗവും നീരാവിയായി പോവുകയാണ് കാണാറുള്ളത്. ഇങ്ങനെയുള്ള നീർവാഴ്ച നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം. ഈ രീതിയിൽ പുതയിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മണ്ണിലുള്ള ഈർപ്പാംശം ഒരു കാരണവശാലും ആവിയായി നഷ്ടപ്പെടുകയേ ഇല്ല. പ്രത്യേകിച്ചും നമ്മുടെ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുന്നവർ കൃത്യമായും പുതയിട്ട് കൊടുക്കണം. കാരണം നമ്മുടെ മണ്ണിൻ്റെ ചൂട് അധികരിക്കുന്നത് മാത്രമല്ല, മണ്ണിലുള്ള ഈർപ്പത്തിൻ്റെ അംശം ആവിയായി നഷ്ടപ്പെടാതിരിക്കാനും ചെടികളുടെ നല്ല വളർച്ചയെ സഹായിക്കുകയും ചെയ്യും ഈ പുത. അതായത് എത്ര കടുത്ത ചൂടിലും നമ്മുടെ ചെടിയുടെ ചുവട് ഭാഗം എപ്പോഴും നല്ലൊരു തണുപ്പ് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ വളർച്ച പുരോഗമിപ്പിക്കുവാനുള്ള ഒരു കാലാവസ്ഥ, അതിന് വളരാനുള്ള ഒരു സാഹചര്യം
ഈ മണ്ണിൽ ലഭിക്കുകയും ചെയ്യും. എന്നാൽ നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു പണിയെന്ന് പറഞ്ഞാൽ കരിയില കൂട്ടിയിട്ട് കത്തിച്ച് അതിൻ്റെ വെണ്ണീറെടുത്ത് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ അത് മണ്ടത്തരമാണ്. കാരണം നമ്മൾ കരിയില കത്തിക്കുന്നതിലൂടെ നമ്മുടെ കരിയിലയിൽ അടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ അംശം പൂർണ്ണമായും നഷ്ടപ്പെടുകയും അത് അന്തരീക്ഷ വായുവുമായിട്ട് ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു വാതകമായി മാറുകയും അങ്ങനെ നമ്മുടെ ആഗോളതാപനത്തിൻ്റെ അളവിൽ വ്യത്യാസം വരികയും അതിലൂടെ നമ്മളെ കാലാവസ്ഥ നല്ല ചൂടുള്ളതായി മാറുകയുമാണ് ചെയ്യുന്നത്. ഇത് പരിസ്ഥിതിക്കും നമുക്കും വളരെ ദോഷമായ രീതിയിൽ തന്നെ വന്നെത്തുകയാണ് പതിവ്. അപ്പോൾ പരിസ്ഥിതിക്കും നമുക്കും യാതൊരു ദോഷവുമില്ലാത്ത നല്ലൊരു ജൈവവളമാക്കി നമുക്ക് ഈ കരിയിലയെ മാറ്റിയെടുക്കുകയും ചെയ്യാം. വിഷരഹിതമായ ഒരു പച്ചക്കറി നമ്മുടെ വീട്ടിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റ് മച്ചാന്മാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃഷിയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതോടൊപ്പമുള്ള കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിച്ചാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് മറുപടിയും നൽകുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു. എല്ലാ മച്ചാന്മാർക്കും നന്ദി, നമസ്കാരം.